ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 35 അധ്യായം നമുക്കിന്ന് തുടർന്നും ചിന്തിക്കാം. ഇസ്രായേൽ മക്കൾക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ നാട്ടിൽ അവർ ഇതുവരെ പ്രവേശിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ ദൈവം അവർക്ക് ആ ദേശത്ത് ചെല്ലുമ്പോൾ, അവിടെ താമസിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് സംഖ്യാപുസ്തകം 35 അധ്യായത്തിൽ പറയുന്നു. അബദ്ധത്തിൽ ഒരാളെ കൊല ചെയ്താൽ ആ കൊല ചെയ്തയാളുടെ ജീവരക്ഷാർത്ഥം അയാൾക്കൊരു സങ്കേത നഗരത്തിൽ പോയി താമസിക്കാം. സങ്കേത നഗരങ്ങളെല്ലാം ദൈവം ലേവ്യർക്ക് കൊടുത്ത പട്ടണങ്ങളാണ്. സങ്കേത നഗരത്തിൽ അഭയം പ്രാപിക്കുന്ന ഒരാൾക്ക് തൻ്റെ വിചാരണ വരെയോ മഹാപുരോഹിതൻ്റെ മരണം വരെയോ അവിടെ തുടരാം, അല്ലെങ്കിൽ അവിടെ തുടരണം. സങ്കേത നഗരത്തിൽ ഒരാൾ കയറി എന്നതുകൊണ്ട് അയാൾ ചെയ്ത കാര്യത്തിന് വിചാരണ ഉണ്ടാവില്ല എന്ന് കരുതരുത്. ആ ദേശത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർ മിക്കവാറും ലേവ്യർ തന്നെയായിരിക്കും. അവർ വിചാരണ നടത്തണം. ഇവിടെ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇയാളെ കൊല്ലുവാൻ ഈ കൃത്യം ചെയ്തയാൾക്ക് അയാളോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന കാര്യം ആദ്യം കണ്ടെത്തി അത് തെളിയിക്കണം. അതിനുവേണ്ടി ഇയാളെ കൊന്ന രീതികളാണ് പരിശോധിക്കുന്നത്. ആയുധം ഉപയോഗിച്ച് ഒരാളെ കൊല്ലുക, പതുങ്ങിയിരുന്ന് ആക്രമിച്ചു കൊല്ലുക, ഒരു കല്ലുകൊണ്ട് ഇടിച്ചു കൊല്ലുക, ഇതൊക്കെ മുൻവൈരാഗ്യം വെച്ചുകൊണ്ട് ഒരാളെ കൊന്നു എന്നതിൻ്റെ തെളിവാണ്. അങ്ങനെയുള്ള ഒരു കൊല ചെയ്തയാൾ സങ്കേത നഗരത്തിൽ കയറിയതുകൊണ്ട് രക്ഷപ്പെടില്ല. അയാളെ സങ്കേത നഗരത്തിൽ നിന്നും പുറത്തിറക്കി അയാളുടെ മേൽ ശിക്ഷ നടപ്പാക്കും. പക്ഷേ ഇങ്ങനെ ശിക്ഷ നടപ്പാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ പറയുന്നുണ്ട്. അയാൾക്കെതിരെ ആരെങ്കിലും ഒരു സാക്ഷി പോരാ, 2 പേരെങ്കിലും ഇയാൾ ചെയ്തത് കൊലപാതകമാണ് എന്നതിൻ്റെ തെളിവുകൾ അവർ നിരത്തണം. അങ്ങനെ അവർ സാക്ഷ്യം പറയണം. ഒരു സാക്ഷി ഒരു പക്ഷേ വ്യക്തിവിരോധം കൊണ്ട് ഒരാൾക്കെതിരെ കള്ളസാക്ഷ്യം പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു സാക്ഷിയുടെ വാമൊഴിയിൽ ഒരാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്താൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. കൊലപാതകം ചെയ്തയാളെ ശിക്ഷിക്കണം എന്ന് വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. അത് വധശിക്ഷ തന്നെ ആയിരിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ്റെ രക്തം ചൊരിയുന്നയാളോട് ദൈവം പ്രതികാരം ചെയ്യുമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു സമൂഹമായി ജീവിക്കേണ്ട ഇസ്രായേൽ മക്കൾക്ക് ദൈവം നിയമം കൊടുത്തപ്പോൾ മനുഷ്യനെ കൊല്ലുന്ന ഒരാൾക്ക് വധശിക്ഷ നിർക്കർഷിച്ചിരിക്കുന്നത് സ്വാഭാവികം മാത്രം. ഈ കാലത്ത് വധശിക്ഷയ്ക്കെതിരെ അനേക ആളുകൾ പ്രതികരിക്കാറുണ്ട്. അവർ പറയുന്നത് കൊല ചെയ്ത ഒരാൾക്ക് വധശിക്ഷ കൊടുക്കുമ്പോൾ വീണ്ടും ഒരു കൊലപാതകമല്ലേ ചെയ്യുന്നത് എന്നാണ്. നമുക്ക് ജീവൻ കൊടുക്കുവാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ട് ജീവൻ എടുക്കുവാനുള്ള അധികാരവും നമുക്കില്ല എന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ ദൈവം നൽകിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൊലപാതകിക്ക് വധശിക്ഷ നൽകുന്നത് ശരിയാണ് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് വേറൊരു കൊലപാതകമല്ല. മനുഷ്യജീവന് വിലയുണ്ട്. അതുകൊണ്ട് മനുഷ്യജീവനെ ഹനിക്കുന്ന ഏതു വ്യക്തിയും അതിൻ്റെ ഉത്തരവാദിത്തം നേരിട്ടേ മതിയാവൂ. അതാണ് വധശിക്ഷ നമ്മെ പഠിപ്പിക്കുന്നത്. സംഖ്യാപുസ്തകത്തിൽ കൊല്ലപ്പെട്ട ആളുടെ ബന്ധു തന്നെ ആ കാര്യം ചെയ്യണമെന്നും പറഞ്ഞിരിക്കുന്നു. ഇത് ഒരു നീതിയായ കാര്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റു ചിലർ പറയുന്നത് പഴയ നിയമത്തിലെ നിയമമാണ് ഈ വധശിക്ഷ. പുതിയ നിയമപ്രകാരം നമുക്ക് വധശിക്ഷ നടപ്പാക്കാൻ സാധിക്കില്ല എന്നവർ പറയുന്നു. നമ്മൾ വായിക്കുന്ന സംഖ്യാപുസ്തകം പഴയ നിയമത്തിലെ മോശയുടെ 5 ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെട്ടതാണ്. ഇത് പ്രാഥമികമായി ഇസ്രായേൽ മക്കൾക്ക് അവർ ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ കൊടുത്തിരിക്കുന്ന പുസ്തകമാണ്. ഈ നിയമത്തിൽ സമൂഹത്തിൽ പാലിക്കേണ്ട വ്യവസ്ഥകൾ പറഞ്ഞിരിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അത്തരമൊരു സമൂഹത്തിന് വേണ്ട നിയമങ്ങളല്ല കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ
ഒരു രാജ്യം എങ്ങനെ ഭരിക്കണം, ഒരു സമൂഹത്തിലെ നീതി നിർവഹണം എങ്ങനെയായിരിക്കണം എന്നൊന്നും പുതിയ നിയമം നിർക്കർഷിക്കുന്നേയില്ല. പുതിയ നിയമത്തിലെ വിഷയവും അതല്ല. ദൈവസഭയുടെ അംഗങ്ങളായവർ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണമെന്നതാണ് പുതിയ നിയമത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. അവർ വിവിധ രാജ്യങ്ങളിൽ, വിവിധ സംസ്കാരങ്ങളിൽ, വിവിധ സമൂഹങ്ങളിൽ ജീവിക്കേണ്ടവരാണ്. എന്നാൽ ഇസ്രയേൽ മക്കൾ അവരുടെ രാജ്യത്ത് ഇസ്രയേൽ മക്കൾ മാത്രമുള്ള സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാലിക്കപ്പെടേണ്ട സാമൂഹ്യ നിയമങ്ങളാണ് നമ്മൾ വായിച്ച സംഖ്യാപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം നിയമങ്ങളും പുതിയ നിയമവുമായി താരതമ്യം ചെയ്യാനേ സാധിക്കില്ല. പുതിയ നിയമത്തിൽ സാമൂഹ്യ നീതി നടപ്പാക്കേണ്ട ഉത്തരവാദിത്തം ദൈവസഭയ്ക്കല്ല, അത് ഓരോ രാജ്യത്തെയും ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ്. അവർ ആ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് കൊലപാതകികൾക്ക് ശിക്ഷ കൊടുക്കുന്നു. അത് സമൂഹത്തിൽ നീതി നടപ്പാക്കാൻ വേണ്ടി അതാത് ഗവൺമെൻറ്റുകൾ ചെയ്യുന്നതാണ്. അത്തരം നിയമങ്ങൾ സഭയിലല്ലല്ലോ തീരുമാനിക്കേണ്ടത്. കൊലപാതകിയായ ഒരു വ്യക്തിക്ക് വധശിക്ഷ നൽകുമ്പോൾ അയാൾക്ക് രക്ഷിക്കപ്പെടുവാനുള്ള അവസരം ഇല്ലാതാക്കുകയല്ലേ എന്നാണ് വേറൊരു കൂട്ടർ വാദിക്കുന്നത്. ഇതും വളരെ ബാലിശമായ ഒരു വാദമാണ് എന്ന് പറയാതെ വയ്യ. കൊലപാതകം ചെയ്ത് വധശിക്ഷ കാത്തിരിക്കുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ട ആളുകളുണ്ട്. എന്നാൽ നാളെ രക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ നീതി നടപ്പാക്കാതിരിക്കുവാൻ ഒരു ഗവൺമെൻറ്റിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് ശരിയാണോ? മാത്രമല്ല, ഒരാൾ രക്ഷിക്കപ്പെടുക എന്നുള്ളത് ആ വ്യക്തിയുടെ തീരുമാനമാണ്. ആ തീരുമാനം ജീവനോടെ ഇരിക്കുമ്പോൾ സുവിശേഷം കേൾക്കുന്ന സമയത്ത് എടുക്കേണ്ടതാണ്. അത് ചെയ്യാതെ എനിക്ക് വധശിക്ഷ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ രക്ഷിക്കപ്പെട്ടേനെ എന്ന് പറയാൻ ആർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഇത്തരം വാദങ്ങൾ ഒക്കെ നാം നിരത്തുമ്പോൾ നമ്മൾ ദൈവത്തെക്കാൾ മനസ്സലിവും നീതിയുമുള്ളവരാകുവാനാണോ ശ്രമിക്കുന്നത്? കാരണം ദൈവം തന്നെയാണ് പറഞ്ഞത് കൊല ചെയ്തവന് വധശിക്ഷ നൽകണമെന്ന്. സംഖ്യാപുസ്തകം 35 അധ്യായത്തിൻ്റെ 30 വാക്യത്തിൽ കൊലപാതകം ചെയ്യുന്ന എല്ലാവരെയും ശിക്ഷിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അത് ആ രാജ്യത്തിൻ്റെ, ആ ദേശത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമാകുമെന്നും നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാം. കൊലപാതകം ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടാതെ ഒരാൾ ഒരു ദേശത്ത് ജീവിച്ചാൽ അത് ആ ദേശത്തിന് ശാപമായിരിക്കും. ഇന്ന് അനേക രാജ്യങ്ങളിൽ ഈ ശാപമുണ്ട്. കൊലപാതകം ചെയ്ത കുറ്റവാളിയുടെ മനുഷ്യാവകാശത്തെക്കുറിച്ചും അയാളോട് കരുണ കാണിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ ആളുകൾ സംസാരിക്കാറുണ്ട്. എന്നാൽ കൊല ചെയ്തപ്പെട്ട വ്യക്തിയെക്കുറിച്ച്, അയാളുടെ കുടുംബത്തെക്കുറിച്ച്, അവരുടെയും അയാളുടെയും മനുഷ്യാവകാശത്തെക്കുറിച്ച് ഒന്നും ഈ കൂട്ടർ സംസാരിക്കാറേയില്ല. കൊല ചെയ്തയാൾക്ക് മാത്രമേ മനുഷ്യാവകാശമുള്ളൂ, കൊല്ലപ്പെട്ടവർക്ക് ഒരു അവകാശവുമില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ പരിഹാസ്യമല്ലേ? ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, വധശിക്ഷ, അത് ദൈവവചനം അനുശാസിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യജീവന് ദൈവവചനം വില നൽകുന്നതുകൊണ്ടാണ് വധശിക്ഷയും ദൈവവചനം നിഷ്കർഷിക്കുന്നത്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.